ഇൻവെസ്റ്റിഗേഷൻ ലാബാണ് നിന്റെ ഡിജിറ്റൽ അന്വേഷണ ജീവിതത്തിന്റെ അടിത്തറ. ഇത് ഒരു കഥയല്ല, ഇത് നിന്റെ പുതിയ അന്വേഷണ ജീവിതത്തിന്റെ അടിത്തറയാണ്. ഇൻവെസ്റ്റിഗേഷൻ ലാബ്, നിന്റെ ഡിജിറ്റൽ ഹൃദയം. അവിടെ നിന്നാണ് എല്ലാ അന്വേഷണങ്ങളും തുടങ്ങുന്നതും അവിടെ തന്നെയാണ് സുരക്ഷയും സത്യസന്ധതയും ഉറപ്പാക്കുന്നതും. ആദ്യമായി നീ ചെയ്യേണ്ടത് നിന്റെ കമ്പ്യൂട്ടറിനെ 2 ലോകങ്ങളാക്കുക. ഒന്ന് വ്യക്തിപരമായത്, മറ്റൊന്ന് അന്വേഷണത്തിനുള്ളത്. ഒരു വെർച്വൽ മെഷീൻ ഉണ്ടാക്കുക. VM എന്നു പറഞ്ഞാൽ നിന്റെ ലാപ്ടോപ്പിനുള്ളിൽ മറ്റൊരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്ന സുരക്ഷിതമായ ബോക്സ്. ഇതിൽ നീ പരീക്ഷണം നടത്താം, മാൽവെയർ പരിശോധിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ക്രോസ് വെരിഫൈ ചെയ്യാം, അതും നിന്റെ യഥാർത്ഥ സിസ്റ്റത്തെ ബാധിക്കാതെ. വിന്യാസം തുടങ്ങുന്നതിനു മുൻപ് ഒരു ശാന്തമായ മനസ്സ്. അവസാനമായി VM ഓൺ ആക്കുമ്പോൾ നീ പറയണം, ഇതെന്റെ ലാബ്, എന്റെ നിയമങ്ങൾ. ഒരു ശാസ്ത്രജ്ഞനെപ്പോലെ ചിന്തിക്കുക. വെൻ യു ബിൽഡ് യുവർ ലാബ്, തിങ്ക് ലൈക്ക് എ സയന്റിസ്റ്റ്. എവ്രിതിങ് മസ്റ്റ് ബി ക്ലീൻ, ഡോക്യുമെന്റഡ് ആൻഡ് റിപ്പീറ്റബിൾ. ശുദ്ധത, രേഖപ്പെടുത്തൽ, ആവർത്തനശേഷി, അവയാണ് നല്ല ലാബിന്റെ 3 പാളികൾ. ഘട്ടം 1, സാധനങ്ങൾ തയ്യാറാക്കുക. വെർച്വൽ ബോക്സ് അല്ലെങ്കിൽ VMware പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ പാരറ്റ് OS, കാലി ലൈറ്റ് അല്ലെങ്കിൽ ഉബുണ്ടു ISO ഡൗൺലോഡ് ചെയ്യുക. ISO വേറെ ഡ്രൈവിൽ സേവ് ചെയ്യുക. എന്നാൽ എപ്പോഴും ചെക്സം വെരിഫൈ ചെയ്യുക, ഫയൽ മാറ്റം വന്നിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ. ഘട്ടം 2, VM സൃഷ്ടിക്കുക. റാം കുറഞ്ഞത് 4 GB, സ്റ്റോറേജ് 40 GB. നെറ്റ്വർക്ക് മോഡ് NAT, സുരക്ഷിതമായ വിധം, നിലവിലെ സിസ്റ്റത്തിൽ നിന്നും വേർതിരിച്ച ഫോൾഡർ, ഫോർ ഷെയർഡ് ഫയൽസ്. എവറി VM ഈസ് എ ന്യൂ വർക്ക് സ്പേസ്, എ ക്ലീൻ നോട്ട്ബുക്ക്. ഗിവ് ഇറ്റ് എ കേസ് സ്പെസിഫിക് നെയിം. കേസ് 2025 ഗ്രീൻ റിവർ. ഓരോ VMനും ഒരു അടയാളം വേണം. കേസ് 2025 ഗ്രീൻ റിവർ പോലെ. തുടർന്ന് സ്നാപ്ഷോട്ട് എടുക്കുക. അതാണ് നിന്റെ ടൈം മെഷീൻ. ഇന്ന് നിലവിലുള്ള അവസ്ഥ തന്നെ സംരക്ഷിക്കുന്നു. ആവശ്യം വന്നാൽ ആ നിമിഷത്തിലേക്ക് തിരികെ പോകാം. ഘട്ടം 3, സുരക്ഷാ ഘടകങ്ങൾ എനേബിൾ ചെയ്യുക. ഫയൽ വോൾട്ട് അല്ലെങ്കിൽ ബിറ്റ് ലോക്കർ എനേബിൾ ചെയ്യുക. കീപാസ് XC പോലുള്ള പാസ്വേഡ് മാനേജ് ഉപയോഗിക്കുക. ഓരോ ലോഗിനും 2FA സജ്ജമാക്കുക. VPN, സ്വന്തം സെർവർ അല്ലെങ്കിൽ വിശ്വസനീയമായ സർവീസ്. DNS, ക്ലൗഡ്ഫ്ലെയർ 1111 അല്ലെങ്കിൽ ക്വാഡ് 9999. ഘട്ടം 4, ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യുക. Nmap, Whois, Dig, Exif Tool, Maltigo CE ആൻഡ് ബർബ്സ്യൂട്ട് കമ്മ്യൂണിറ്റി എഡിഷൻ. പക്ഷേ ഓരോ ടൂൾസിനും ലോഗ് ഫയൽ മുറിച്ചും രേഖപ്പെടുത്തുക. ടൂൾ യൂസ്ഡ്, പർപ്പസ്, ഡേറ്റ്, ഔട്ട്കം. ഘട്ടം 5, ഓട്ടോമേഷൻ അവകാശങ്ങൾ നിർവചിക്കുക. സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ robots.txt മാനിക്കുക. രഹസ്യ API കീസ് ലാബിൽ തന്നെ വയ്ക്കുക, ക്ലൗഡിലല്ല. റിമെമ്പർ, എ ലാബ് വിത്ത് ഡോക്യുമെന്റേഷൻ ഈസ് കെയോസ്. കീപ് എ ലാബ് നോട്ട്ബുക്ക് ടെക്സ്റ്റ് ഫയൽ ഓൺ ദ ഡെസ്ക്ടോപ്പ് ഓഫ് എവറി VM. ഓരോ VMലും ലാബ് നോട്ട്ബുക്ക് .txt, തീയതി, സമയം, നടത്തിയ പ്രവർത്തനം, നിരീക്ഷണം, ഫലം. അത് നീ ഒരു നാൾ മറന്നാലും ലാബ് മറക്കില്ല. ഘട്ടം 6, സുരക്ഷിത ബാക്കപ്പ്. VM ഫയൽ OVA ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുക. എൻക്രിപ്റ്റഡ് എക്സ്റ്റേണൽ ഡ്രൈവിൽ സേവ് ചെയ്യുക. ഓരോ കേസിനും വ്യത്യസ്ത ഫോൾഡർ, കേസ് ID പ്ലസ് ഡേറ്റ്. ക്ലൗഡ് ബാക്കപ്പ് ചെയ്യുമ്പോൾ സീറോ നോളജ് സ്റ്റോറേജ്, മെഗാ, ട്രെസോറിറ്റ് പോലെ. നിന്റെ ലാബ് നിന്റെ അവകാശമാണ്, പക്ഷേ അതേ സമയത്ത് നിന്റെ ഉത്തരവാദിത്തവുമാണ്. ബിഫോർ എവറി സെഷൻ, ടേക്ക് എ ഡീപ് ബ്രെത്ത്. സ്നാപ്ഷോട്ട്, സ്റ്റാർട്ട് VPN, ക്ലിയർ ലോഗ്സ് ആൻഡ് ബിഗിൻ ഫ്രഷ്. ദാറ്റ് റിച്വൽ ക്രിയേറ്റ്സ് ഡിസിപ്ലിൻ ആൻഡ് സേഫ്റ്റി. ഓരോ തവണയും VM ഓൺ ചെയ്യുമ്പോൾ ആ രീതി ആചരിക്കുക. അതുമാത്രമല്ല സുരക്ഷിതം, അതൊരു മാനസിക സിഗ്നലാണ്, ഞാനിപ്പോൾ അന്വേഷണ മോഡിലാണ് എന്ന്. ഘട്ടം 7, നൈതിക വിലകൾ ലാബിൽ തന്നെ പാലിക്കുക. അനധികൃത ഡാറ്റ ഡൗൺലോഡ് ചെയ്യരുത്. CSAM കാണുമ്പോൾ തൽക്ഷണം സ്റ്റോപ്പ് ചെയ്യുക. റെക്കോർഡ് മെറ്റാഡേറ്റ മാത്രം ചെയ്യുക. പേഴ്സണൽ ഡേറ്റ മാസ്ക് ചെയ്യുക. ലാബ് മാറ്റുമ്പോൾ സിസ്റ്റം ലോഗ് ക്ലിയർ ചെയ്യുക. എ ക്ലീൻ ലാബ് ഈക്വൽസ് എ ക്ലീൻ കോൺഷ്യൻസ്. പവിത്രമായ ലാബാണ് ശാന്തമായ മനസ്സ്. നീ നിന്റെ താൽപ്പര്യങ്ങൾ മാത്രം അന്വേഷിക്കരുത്, സമൂഹത്തിനും ന്യായത്തിനും നേട്ടം തരുന്ന വഴികളിൽ പോകുക. ഘട്ടം 8, പ്രായോഗിക ക്രമം. VM സ്റ്റാർട്ട് ചെയ്യുക, VPN ഓൺ ചെയ്യുക, ബ്രൗസർ പ്രൊഫൈൽ റിസർച്ച് എനേബിൾ ചെയ്യുക,
പാസ്വേഡ് വാൾട്ട് അൺലോക്ക് ചെയ്യുക. ഇൻവെസ്റ്റിഗേഷൻ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. കേസ് ലോഗ് .txt ഓപ്പൺ ചെയ്യുക. ടൈം സ്റ്റാമ്പ് എഴുതുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചെയ്യുക. പ്രവർത്തനം തുടങ്ങുക. ദിസ് സ്മോൾ ചെക്ക്ലിസ്റ്റ് ട്രാൻസ്ഫോംസ് റാൻഡം ബ്രൗസിംഗ് ഇൻടു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേഷൻ. ഇതൊരു മന്ത്രം പോലെ പ്രവർത്തിക്കും. ഓരോ കേസിലും അത് ആവർത്തിക്കുക, ഒരു അഭ്യാസം പോലെ. ഘട്ടം 9. വൈരസ്യങ്ങൾ ഒഴിവാക്കുക. ബ്രൗസർ എക്സ്റ്റൻഷൻസ് കുറയ്ക്കുക. നോ ഓട്ടോസിങ്ക് അക്കൗണ്ട്സ്. നോ പേഴ്സണൽ ഇമെയിൽ ഇൻ VM. നോ ബ്ലൂടൂത്ത് ഓർ ഷെയർഡ് ക്ലിപ്പ് ബോർഡ്. ഘട്ടം 10. ലാബ് പൂർത്തിയാക്കുക. ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ മാത്രം. ഇൻവെസ്റ്റിഗേഷൻസ്. അതിനകത്ത് സോഴ്സസ്, സ്ക്രീൻഷോട്ട്സ്, ലോഗ്സ്, എക്സ്പോർട്സ്. സിസ്റ്റം വിടുമ്പോൾ സ്നാപ്ഷോട്ട് ക്ലോസ് ചെയ്യുക. VPN ഓഫ് ചെയ്യുക. ലാബ് ഷട്ട് ഡൗൺ ചെയ്യുക. എവറി ഷട്ട് ഡൗൺ ഈസ് എ സ്മോൾ സെർമണി, എ മൊമെന്റ് ടു റെസ്പെക്ട് ദി പ്രോസസ് ദാറ്റ് പ്രൊട്ടക്ട്സ് ബോത്ത് യു ആൻഡ് യുവർ ഡേറ്റ. ലാബ് ഓഫ് ചെയ്യുമ്പോൾ ഒരു ചെറിയ മനസാക്ഷി ചിന്ത. ഇന്നു ഞാൻ ന്യായമായ വഴിയിൽ അന്വേഷിച്ചു. അവസാന ചിന്തകൾ. ഒരു ശുദ്ധമായ ലാബ് അന്വേഷകനെ രക്ഷിക്കുന്നു. ഒരു ശ്രദ്ധാലുവായ ലാബ് സത്യത്തെ സംരക്ഷിക്കുന്നു. അടുത്ത അധ്യായത്തിൽ നാം ചർച്ച ചെയ്യും വർക്ക് ഫ്ലോ ഓഫ് ട്രൂത്ത്, അന്വേഷണത്തിന്റെ പഞ്ചഘട്ടക്രമം. ഇൻടേക്ക്, ട്രിയാജ്, കളക്ഷൻ, അനാലിസിസ്, റിപ്പോർട്ടിംഗ്. Prepare your lab, because next we learn how to bring order to the chaos of information. അടുത്ത അധ്യായത്തിൽ കാണാം. നിന്റെ ലാബ് ഇപ്പോൾ ശ്വാസം വെക്കട്ടെ.